ലേണേഴ്സ് ബഡ്ഡിയിലേക്ക് സ്വാഗതം. നാം ഇപ്പോൾ പഠിക്കുവാൻ പോകുന്നത് NCERT സിലബസിലെ 2ാം ക്ലാസ്സിലെ മാല കി ചാന്ദി കാ പായൽ എന്ന പാഠമാണ്. ആരാണ് ഈ മാല? മാല കുസൃതിയായൊരു കൊച്ചു പെൺകുട്ടിയാണ്. പായൽ എന്നാൽ കൊലുസ് എന്നാണ് അർത്ഥം. പാദസരം എന്നും പറയും. ചാന്ദി കി പായൽ മീൻസ് വെള്ളി കൊണ്ടുള്ള കൊലുസ്. നമുക്ക് പാഠത്തിലേക്കൊന്ന് പോകാം. ഹുഷ് മാല ബില്ലി കോ ഠരാത്തി. മാല ആരെയാണ് പേടിപ്പിച്ചത്? മാല ബില്ലി കോ ഠരാത്തി. മാല ബില്ലിയെ ഭയപ്പെടുത്തി. ബില്ലി മീൻസ് പൂച്ചയാണ്. മാല പൂച്ചയെ ഭയപ്പെടുത്തി. കണ്ടില്ലേ ആ പടത്തിൽ? പാലും കുടിച്ചുകൊണ്ടിരുന്നൊരു പൂച്ചേനെ മിണ്ടാതെ എടുക്കൊണ്ടിരുന്നിട്ട് ഹുഷ് എന്ന് വെച്ചു. പൂച്ചയൊക്കെ പേടിച്ചു പോയി. അത് ഭയപ്പെട്ടു. അപ്പോൾ എന്താ ചെയ്തത്? മാല ബില്ലി കോ ഠരാത്തി. മാല ബില്ലിയെ ഭയപ്പെടുത്തി. മാല പൂച്ചയെ ഭയപ്പെടുത്തി. ബില്ലി എന്ന് പറഞ്ഞാൽ പൂച്ചയാണ്. ഠരാത്തി മീൻസ് ഭയപ്പെടുത്തി. അടുത്തത് ഹേയ് വഹ അപ്പനി നാനി കോ ഡരാത്തി. രണ്ടാമത് ആരെയാണ് ഭയപ്പെടുത്തിയത്? നാനി. നാനി ആരാണ്? അമ്മയുടെ അമ്മയാണ് നാനി. അമ്മൂമ്മ. അമ്മൂമ്മ എന്ത് ചെയ്തു? അമ്മൂമ്മയെ ഭയപ്പെടുത്തി. എന്ത് സൗണ്ട് ഉണ്ടായിക്കൊണ്ടാണ്? എന്തൊച്ച ഉണ്ടായിക്കൊണ്ടാണ്? ഹേയ് വഹ അപ്പനി നാനി കോ ഡരാത്തി. ആ പടത്തിൽ കണ്ടില്ലേ? ജനൽ തുറന്നിട്ട് പെട്ടെന്ന് ഒച്ചയിട്ടു. ഹേയ് എന്നങ്ങ് ഒച്ചയിട്ടപ്പോൾ വഹ അപ്പനി നാനി കോ ഡരാത്തി. അവളെന്ത് ചെയ്തു? അപ്പനി നാനി കോ അവരുടെ വലിയമ്മയെ ഡരാത്തി ഭയപ്പെടുത്തി. തബ് വഹ അപ്പനെ ചോട്ടെ ഭായി കോ ഡരാത്തി. അവളെ അപ്പനെ ചോട്ടെ ഭായിക്കോട്ടെ തൻ്റെ കൊച്ച് സഹോദരനെ ഭയപ്പെടുത്തി. കണ്ടില്ലേ? ഒരു കളിവണ്ടിയൊക്കെ വലിച്ചുകൊണ്ടങ്ങ് പോവായിരുന്നു. അപ്പോഴാണ് അവൾ ചെന്നിട്ട് തപ്പെന്ന് വെച്ചു. കുട്ടികളെ പേടിച്ചു പോയി. ഇല്ല, കളിവണ്ടിയെ കയ്യിൽ നിന്ന് വിട്ടുപോയി. വഹപ്പനെ ചോട്ടെ ഭായേക്കോ ഠരാത്തി. എന്തൊച്ച ഉണ്ടായിക്കൊണ്ടാണ്? തപ്പെന്ന് പറഞ്ഞിട്ടാണ്. ഹൗ ഡാക്കിയെ കൊണ്ട് രാത്തി. പോസ്റ്റ്മാൻ വന്നതാണ്. പുള്ളിയുടെ കയ്യിൽ ഒത്തിരി ലെറ്ററൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ അടുക്കി പിടിച്ചാണ് വന്നത്. അപ്പോഴത്തെ അവൾ മറിഞ്ഞിരുന്നേച്ചാ അവിടുത്തെ കാണുന്ന പച്ചപ്പിൻ്റെ ഇടയില ചെടിക്കിടയിൽ എങ്ങാണ്ട് മറിഞ്ഞിരിക്കുകയായിരുന്നു. ഇരിക്കുക അടുത്ത് വന്നപ്പോൾ ഭൗന്ന് വെച്ചു. അപ്പോൾ എന്ത് പറ്റി? പോസ്റ്റ്മാൻ ഭയപ്പെട്ടു പോയി. വഹ് ഡാക്കിയെ കോ ഠരാത്തി. അവൾ പോസ്റ്റ്മാനെ ഭയപ്പെടുത്തി. ഠാക്കിയെ മീൻസ് പോസ്റ്റ്മാൻ. ഠരാത്തി മീൻസ് ഭയപ്പെടുത്തി. ഏക് ദിൻ മാല കി മാം ने उसे एक छोटी सी डिब्बी दी. ഒരു ദിവസം മാലയുടെ അമ്മ അവൾക്ക് ഏക് ചോട്ടി സി ഡിബ്ബി ദി. ഒരു ചെറിയ പെട്ടി കൊടുത്തു. ഏക് ദിൻ മീൻസ് ഒരു ദിവസം. മാല കി മാം മാലയുടെ അമ്മ, ആ പെൺകുട്ടിയുടെ അമ്മേ. ഉസേക്ക് ചോട്ടി സി ഡിബ്ബി ദി. അവൾക്കൊരു ചെറിയ പെട്ടി കൊടുത്തു. മാല യഹ് തുമാരേ ലിയേ ഹേ. അത് കൊടുത്തേച്ച അമ്മ പറഞ്ഞു, മാല ഇത് നിനക്കുള്ളതാണ്. യഹ് തുമാരേ ലിയേ ഹേ. ഇത് നിനക്കുള്ളതാണ്. വേ ബോലി. അവർ പറഞ്ഞു. ആരാ പറഞ്ഞത്? മാലയുടെ അമ്മ. എന്താ പറഞ്ഞത്? മാല യഹ് തുമാരേ ലിയേ ഹേ. മാല ഇത് നിനക്കുള്ളതാണ്. മാലാനെ ജൽദി സേ ഡിബ്ബി ഖോലി. മാല എന്ത് ചെയ്തു? പെട്ടെന്ന് ആ പെട്ടി വാങ്ങി തുറന്നു. മാലാനെ ജൽദി സേ വേഗത്തിൽ, ജൽദി സേ വേഗത്തിൽ, ഡിബ്ബി ഖോലി ആ പെട്ടി തുറന്നു. ജിസ്മേ ഉസേ മിലി. അതിൻ്റെ അകത്തുനിന്ന് അവൾക്കൊരു സാധനം കിട്ടി. नीले कागज़ में लिपटी
പ്യാരി സി ചാന്തി കാ പായൽ. അവിടെ നീല നിറത്തിലുള്ള കടലാസിൽ പൊതിഞ്ഞ നല്ലൊരു വെള്ളിക്കൊലുസ് കിട്ടി. എന്താ കിട്ടിയത്? പ്യാരി സി ചാന്തി സി പായൽ. നല്ല ഭംഗിയുള്ള വെള്ളിയുടെ കൊലുസ്, വെള്ളിയുടെ പാദസരം കിട്ടി. കൊലുസെന്ന് പറഞ്ഞാൽ എന്താണ്? പാദസരം. അതുതന്നെയാണ് ആംഗ്ലറ്റ് എന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞാലും. അവൾക്കൊരു ആംഗ്ലറ്റ് കിട്ടി, ഒരു പായൽ കിട്ടി. ഉൻഹേം പഹൻകർ, അത് ധരിച്ചിട്ടേ. പഹൻകർ മീൻസ് അണിഞ്ഞിട്ടേ, ധരിച്ചിട്ടേ എന്നൊക്കെയാണ്. ഉൻഹേം പഹൻകർ, അത് ധരിച്ചിട്ടേ. വഹ് പൂരേ ഘർമേ, അവൾ വീടിൻ മുഴുവൻ, പൂരേ ഘർമേ വീട് മുഴുവൻ. ധൂംനെ ലഹി, ചുറ്റിക്കറങ്ങാൻ തുടങ്ങി. അവളെ വഹ് പൂരേ ഘർമേ ധൂംനെ ലഹി, അവൾ വീട് മുഴുവൻ ചുറ്റിക്കറങ്ങി. ചിക്കി ചിക്കി ഛം, നടക്കുമ്പോൾ ഉണ്ടാകുന്ന ഒച്ചയാണ്. ചിക്കി ചിക്കി ഛം, പാദസരം കിലുങ്ങുമ്പോൾ ഉണ്ടാകുന്ന ഒച്ചയാണത്. ചോട്ടെ ചോട്ടെ ഖങ്കരു ചൻകതേ, ചോട്ടെ ചോട്ടെ ഖങ്കരു ചൻതേ ചനകത്തെ. ചെറിയ ചെറിയ മുത്തുമണികൾ, അതിൻ്റെ അകത്ത് ചെറിയ ഇതുണ്ട്, ബെല്ലുണ്ട്, ചെറിയ ചെറിയ കിങ്ങിണി പോലുള്ള ചെറിയ ബെല്ലുകളുണ്ട്. അവ കിലുങ്ങി. ചോട്ടെ ചോട്ടെ ഖങ്കരു ചൻകതേ, ചെറിയ ചെറിയ മുത്തുമണികൾ കിലുങ്ങി. അതിൻ്റെ അകത്ത് ചെറിയ ബെല്ലുണ്ട്, ഖങ്കരു, ചെറിയ ബെല്ല്. പാദസരത്തിൽ ഒത്തിരി കുഞ്ഞു കുഞ്ഞു ബെല്ലുകളുണ്ട്, അതങ്ങോട്ട് കിലുങ്ങി. ഇപ്പോൾ എന്താ ഒച്ച കേട്ടത്? ചിക്ക് ചിക്ക് ഛം, ചിക്ക് ചിക്ക് ഛം എന്നുള്ള ഒച്ച കേട്ടത്. അപ്പം മാല ജഹാം ഭി ജാതി സബ് ജാൻ ജാത്തെ. അപ്പം മാല എവിടെ പോയാലും എല്ലാവർക്കും മനസ്സിലാവും, പോകുന്ന വഴിക്കെല്ലാം സൗണ്ടുണ്ട്. ചിക്ക് ചിക്ക് ഛം, ചിക്ക് ചിക്ക് ഛം. മാല കി ഹുഷ് സേ പഹലേ ബില്ലി ഖുദ് ഗയി. ഇപ്പം എന്താ സംഭവിക്കുന്നത്? പൂച്ചയെ ഒന്ന് പേടിപ്പിക്കാമെന്ന് വെച്ചാൽ നടക്കുകയില്ല. എന്തുകൊണ്ടാണ്? അവൾ അടുക്കളയിലേക്ക് ചെല്ലുമ്പം അവർ ചെല്ലുന്നതിന് മുമ്പേ ചിക്ക് ചിക്ക് ഛം എന്നുള്ള ഒച്ച അവിടെ ചെല്ലുമല്ലേ, അന്നേരം ബില്ലി അങ്ങ് ഓടിപ്പോവും, പൂച്ച അങ്ങ് ഓടിപ്പോവും. ചിക്ക് ചിക്ക് ഛം മാല കി ഹുഷ് സേ പഹലേ. മാലയുടെ ഹുഷ് എന്ന സൗണ്ടിന് മുൻപേ, പഹലേ മീൻസ് മുൻപേ, ബില്ലി ഖുദ് ഗയി, ബില്ലി ഓടിപ്പോയി. ചിക്ക് ചിക്ക് ഛം മാല കി ഹേയ് സെ പഹലേ നാനി പലട്ട് ഗയി. എന്താ പറ്റിയത്? അവൾ അടുക്കളോട്ട് ചെന്നപ്പം സൗണ്ട് കേട്ടു അല്ലേ? ചിക്ക് ചിക്ക് ഛം മാല കി ഹേയ് സെ പഹലേ. മാലയുടെ ഹെയ് എന്നുള്ള ഒച്ചയ്ക്ക് മുമ്പേ നാനി പലട്ട് ഗയി, നാനി അങ്ങ് മാറിപ്പോയി. അടുത്തു നോക്കാം. ചിക്ക് ചിക്ക് ഛം മാല കി തപ് സെ പഹലേ. മാല തപ്പെന്ന് ഒച്ചയുണ്ടാക്കുന്നതിന് മുമ്പേ ചോട്ടാ ഭായി ബാഹർ ഭാഗ് ഗയാ. ചോട്ടാ ഭായി എന്ത് ചെയ്തു? കൊച്ച് സഹോദരൻ ബാഹർ ഭാഗ് ഗയാ, അവൻ പുറത്തേക്ക് ഓടിപ്പോയി. ഭാഗ് ഗയാ, ഓടിപ്പോയി. ചിക്ക് ചിക്ക് ഛം മാല കി ഭൗ സെ പഹലേ. മാല ഭൗ എന്ന് വെക്കുന്നതിന് മുമ്പേ ഠാക്കിയ നികൽ ഗയാ. ഠാക്കിയ പോയി അല്ലേ? വഹ് നികൽ ഗയാ, അവൻ പോയി അയാൾ പോയി കളഞ്ഞു, അല്ല അദ്ദേഹം പോയി കളഞ്ഞു. ചിക്ക് ചിക്ക് ഛം മാല കി ഭൗ സെ പഹലേ ഠാക്കിയ നികൽ ഗയാ. മാല ഭൗ എന്ന് നിൽക്കുന്നതിന് മുമ്പ്, അതിന് മുൻപേ ഠാക്കിയ നികൽ ഗയാ, ഠാക്കിയ പോയി കളഞ്ഞു. ചിക്ക് ചിക്ക് ഛം അബ് മാല കിസി കോ ഢര നഹീം ബാത്തി. ഇപ്പം എന്ത് പറ്റുന്നു? അബ് ഇപ്പോൾ മാല കിസി കോ ഢര നഹീം ജാതി. മാലയ്ക്ക് ആരെയും ഭയപ്പെടുത്താൻ കഴിഞ്ഞില്ല. तो ऐसे में माला ने क्या किया? ऐसे में ഇപ്പോഴേ മാലാനെ ക്യാ കിയ, ഈ സാഹചര്യത്തിൽ മാല എന്ത് ചെയ്തു?
ഉസ്നെ അപ്പനി ചാന്തി കി പായൽ ഉതാർ ദി. അവൾ എന്ത് ചെയ്തു? അപ്പനി ചാന്തി കി പായൽ, തൻ്റെ വെള്ളിക്കൊലുസ് ഉതാർ ദി, ഊരിക്കളഞ്ഞു, അല്ല ഊരി മാറ്റി. ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.